സർവമായ ഞങ്ങൾ ഫിലിമിന് പോവുകയാണ്. ഇന്നലെ ഞങ്ങൾ കോഴിക്കോടായിരുന്നു. അപ്പോൾ അവിടെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇന്നലെ ന്യൂ ഇയർ ഞങ്ങൾ ഫുള്ള് സെലിബ്രേറ്റ് ചെയ്തത് അവിടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇന്ന് നാട്ടിലെത്തി. ഇപ്പോൾ ഞങ്ങൾ സിനിമക്ക് പോകണേന് ചേർത്തലയിൽ. പക്ഷേ ഒരു സങ്കടം എന്ന് വെച്ചാൽ അഖില മാരതി ഇല്ല. അപ്പോൾ അതിൽ ഇപ്പം എനിക്ക് ഭയങ്കര വിഷമം. ഇവർക്ക് വിഷമമുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കഥ വന്ന് അഖിലിൻ്റെ അടുത്തും മാരതിൻ്റെ അടുത്തും പറയാമെന്ന് വിചാരിച്ചു. 9 മണിക്കാണ് ഷോ. ഇപ്പോൾ ടൈം എത്രയാടാ? 8:58. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു ഡ്രൈവർ ആയതുകൊണ്ട് പറപ്പിക്കണാണ്. അപ്പം ഇനി ഞങ്ങൾ അടുത്ത ട്രിപ്പ് ഗോവയ്ക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നന്നായിട്ട് തള്ളാൻ അറിയാവുന്ന വളരെ സ്പീഡിൽ ഞങ്ങൾ പാരഡൈസിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങളിതാ പാരഡൈസിലെത്തി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ പടം തുടങ്ങിയിരുന്നു. ഞാൻ ചെയ്തോണ്ട് പറയില്ല, പൂജ ഗംഭീരായി. ഇന്റർവെല്ലായപ്പോഴാണ് രസം ഉണ്ടായത്. ആരതിയായിട്ടും വരില്ലെന്നാണ് നിഷാര വിചാരിച്ചിരുന്നത്. ആക്ച്വലി അവർ നേരത്തെ വന്ന സീറ്റിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. ഇന്റർവെല്ലായപ്പോഴാണ് നിഷാര അവരെ കണ്ടത്. ഭയങ്കര സർപ്രൈസ്ഡായി പോയി. അപ്പോൾ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞതേ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം നമുക്ക് കേട്ടാലോ. സൂപ്പർ പടമായിരുന്നു. നല്ല ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് വർക്കായില്ല. പടം കുഴപ്പമില്ലായിരുന്നു, എന്നാലും ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഇനി നമുക്ക് നമ്മുടെ ആരോമലിലേക്ക് പോവാം. അവന് പറയാൻ ഇത്തിരി നാണമൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ആരോമൽ പടം കണ്ടിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞത് ഇതുപോലത്തെ പ്രേതമൊന്നും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ലല്ലോ ഒക്കെ എന്നാണ് പറഞ്ഞത്. അവൻ്റെ പ്രേതത്തെ ഞാൻ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്തു. എനിക്ക് അജു വർഗീസിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഫിലിം കാണുന്നത് തന്നെ അതുകൊണ്ടാണല്ലോ. ഭയങ്കര ഒരു അങ്ങനെ സന്തോഷം, ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ ഇറങ്ങിയിട്ട് എനിക്കിഷ്ടമായി. നമുക്ക് നമ്മുടെ മണിച്ചേട്ടനോടും നിഷാര അങ്ങനെ വിളിക്കാറ്. അപ്പൊ ഞങ്ങളങ്ങനെ കളിയാക്കി പറഞ്ഞു. നിഷാര ശരിക്കും വിളിക്കണ പൊന്ന ചേട്ടനാണ്, പക്ഷെ ചില സമയങ്ങളിൽ മണിച്ചേട്ടാന്ന് വിളിക്കും. നമുക്ക് നിഷാരയുടെ പൊന്ന ചേട്ടന് ചോദിക്കാം. പടം കൊള്ളാം. പടം ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് ആ ഒരു പ്രതീക്ഷയിലിരുന്ന് കണ്ടതുകൊണ്ട് അത്രയും സുഖം വന്നില്ല. എന്നാലും കൊള്ളാം.